പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നിർണായക വിഷയങ്ങളിലടക്കം പാർട്ടിയുമായോ മുന്നണിയുമായോ ആലോചനയില്ലെന്ന ആക്ഷേപം നേരത്തെ ശക്തമായിരുന്നു. പാർട്ടിയെയും മുന്നണി സംവിധാനങ്ങളെയുമെല്ലാം നിശബ്ദമാക്കിക്കൊണ്ടാണ് പിണറായി ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോഴിതാ കേരളം വർഷങ്ങളോളം ചർച്ച ചെയ്ത സ്മാർട്ട് സിറ്റി കരാറിൽ നിന്ന് ടീകോമിനെ നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കാനുള്ള സർക്കാർ നീക്കവും മുന്നണിയും പാർട്ടി സംവിധാനങ്ങളും അറിയാതെയാണ്. ഇക്കാര്യത്തിൽ CPM-ലും LDF-ലും ചർച്ച ചെയ്തിരുന്നില്ല. ഇതിൽ ഘടകകക്ഷികൾക്കുള്ളിൽ അതൃപ്തി ശക്തമാണ്. നയപരമായ വിഷയങ്ങളിൽ മുന്നണിയുടെയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ CPM-ന്റെയും അനുമതി തേടിയാണ് ഇടതു സർക്കാർ മുന്നോട്ടു പോകേണ്ടത്. എന്നാൽ മുഖ്യമന്ത്രി ഭരിക്കുന്ന IT വകുപ്പിനുള്ളിലെ കാര്യമായിട്ടും ഇക്കാര്യത്തിൽ അത്തരമൊരു സമീപനം ഉണ്ടായില്ല. ഇത് പിണറായിയുടെ താൻ വഴി ലൈനാണ്. എന്തിനാണ് ഇത്രയും ദുരൂഹമാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന വികാരവും ശക്തമാണ്. ഇപ്പോഴത്തെ നിലയിൽ സ്മാർട്ട് സിറ്റി കരാർ പിന്മാറ്റവുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ ശ്രമം. സ്മാർട്ട് സിറ്റി കാര്യത്തിൽ ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന നടപടികളൊന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പോലും ചർച്ച ചെയ്തിട്ടില്ല. ടീകോമിന് നഷ്ടപരിഹാരം നൽകി കരാറിൽ നിന്ന് ഒഴിവാക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം വന്നതിനു ശേഷം വെള്ളിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിരുന്നു. ഇതിലും സ്മാർട്ട് സിറ്റി വിഷയം ചർച്ച ചെയ്തില്ല. വിഷയം പൊതുസമൂഹത്തിൽ ചർച്ചയായതോടെ ഇതിൽ വിശദീകരിക്കുകയും പ്രതിരോധം തീർക്കുകയും ചെയ്യേണ്ടത് പാർട്ടിയും മുന്നണിയുമാണ്. എന്നിട്ടും തോന്നിയതുപോലെയാണ് സർക്കാർ പോക്ക്. അതേസമയം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാത്തത് മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി P. രാജീവ് എന്നിവർ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകാതിരുന്നതുകൊണ്ടാണ് എന്നാണ് നേതാക്കളുടെ വിശദീകരണം. സ്മാർട്ട് സിറ്റി കരാറിന്റെ കാര്യത്തിൽ ഭരണപരമായ നടപടിക്രമങ്ങൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളതെന്നും ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ടതല്ലെന്നും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾ അനൌദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ നയപരമായ ഒട്ടേറെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് CPI-യുടെ നിലപാട്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാവി, ടീകോമിനെ ഒഴിവാക്കുമ്പോൾ സ്വീകരിക്കേണ്ട സമീപനം, പദ്ധതി തുടരുന്നതിന് പുതിയ കമ്പനികളെ കണ്ടെത്തേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളിലെല്ലാം നയപരമായി തീരുമാനിക്കേണ്ടതുണ്ടെന്ന് ഘടകകക്ഷി നേതാക്കൾ പറയുന്നു. പ്രത്യേക സാമ്പത്തിക മേഖലയാണ് സ്മാർട്ട് സിറ്റി. നിലവിൽ 6 കമ്പനികളുടെ സമുച്ചയങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. സെസ് എന്ന നിലയ്ക്കാണ് ഇവിടെ കമ്പനികൾക്ക് കെട്ടിടം അനുവദിച്ചിരിക്കുന്നത്. സെസ് പദവിയിലുള്ള മേഖലയിൽ പദ്ധതിയുടെ ഘടനയിലടക്കം മാറ്റം വരുത്തണമെങ്കിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ അനുമതി വേണം. സെസ്സിൽ ഉൾപ്പെട്ട സ്ഥലം പാട്ടത്തിനല്ലാതെ കൈമാറ്റം ചെയ്യാൻ സർക്കാരിന് കഴിയില്ല. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുന്നണിയുടെ നയപരമായ തീരുമാനം കൂടി ഉണ്ടാകേണ്ടതുണ്ടെന്ന് ഘടകകക്ഷി നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം സ്മാർട്ട് സിറ്റി പദ്ധതി സംബന്ധിച്ച കരാർ രേഖകളിൽ ഇപ്പോഴും സർക്കാർ ഒളിച്ചുകളി തുടരുകയാണ്. പുറമെ പൊതുസമക്ഷം പറഞ്ഞ പല കാര്യങ്ങളും പദ്ധതിയുടെ രേഖയിൽ അടയാളപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് ടീകോമിനെ അങ്ങോട്ട് നഷ്ടപരിഹാരം നൽകി ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ വിമർശനമുയരുന്നതിനിടെ വീഴ്ചകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നു. സ്മാർട്ട് സിറ്റി കരാറിൽ സർക്കാർ വീഴ്ച വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകളാണ് പുറത്തായത്. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് ക്ലോസിംഗ് ഡേറ്റ് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചിട്ടില്ല എന്നതാണ് ഇതിൽ സുപ്രധാന കാര്യം.